Hello, it's me Tufsira once again. Welcome back to our channel. ഇന്ന് ഞാൻ സേവ് ദ ഡേറ്റ് കാർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കാർഡ് ഉണ്ടാക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സേവ് ദ ഡേറ്റും ഫ്രെയിം വർക്ക്സ് ഒക്കെ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ്. ഒക്കെ ഉള്ളവർ അത് ഓപ്പൺ ചെയ്യുക, അല്ലാത്തവർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിൻട്രസ്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സേവ് ദ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കലണ്ടർ വേണം അല്ലേ. ഫംഗ്ഷൻ ഏത് ഡേറ്റിലാണോ ആ ഫംഗ്ഷനിൽ വെച്ചാൽ ആ ഒരു കലണ്ടറിൻ്റെ ആ ഒരു കാർഡ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു സെർച്ച് ബാർ കണ്ടോ, ആ സെർച്ച് ബാറിൽ നമുക്ക് പോയാൽ നമുക്ക് അതിൽ മെയ് കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല ഡിസൈനിലുള്ള കലണ്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ എല്ലാം ശരിയാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഡേയും ഡേറ്റും നിങ്ങളുടെ ഫംഗ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഗാലറിയിലുണ്ടാവും. പിന്നെ ഞാൻ അടുത്തായിട്ട് താഴെയുള്ള സെർച്ച് ബാറിൽ തന്നെ പോയിട്ട് കാർട്ടൂൺ കപ്പിൾ എന്നാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ അവരുടെ ചിലർക്ക് സേവ് ദ ഡേറ്റിൽ അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഫോട്ടോ വേണ്ട അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. ആ സമയത്ത് നമുക്കിതുപോലെ ഒരു കപ്പിൾ കാർട്ടൂൺ വെച്ച് കൊടുത്താൽ സേവ് ദ ഡേറ്റ് വീഡിയോക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും, നല്ലൊരു വീഡിയോ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സാണ് വേണ്ടത്. ഫ്ലവേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു വൈറ്റ് പേജ് എടുത്തിട്ട് അതിൽ ഫ്ലവേഴ്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാം 4 വശം അല്ലെങ്കിൽ 2 വശമൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് ഓരോ കാർഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട് ഫ്ലോറൽ ടൈപ്പിലുള്ള ഫ്ലവേഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്താൽ അങ്ങനെ നമുക്ക് വൈറ്റ് പേജ് അല്ലാതെ കളറിലും നമുക്ക് കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം ബാക്ക്ഗ്രൗണ്ട്സ് ആളും ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട്സ് ആളും ഫ്ലവേഴ്സുകളും ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് ഒരു സേവ് ദ ഡേറ്റ് വേണ്ടിയിട്ട് പലതും. അപ്പോൾ നമ്മൾ ഒരു സേവ് ദ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു പിങ്ക് തീമിലാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ കാർഡിലും ഒരു പിങ്ക് ഫ്ലവർ വരുന്ന രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ കാർഡും ഒരു പിങ്ക് ഫ്ലവർ വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ വൈറ്റ് പേജിൽ എല്ലാ വശവും ഫ്ലവർ വെച്ച് കൊടുത്താൽ മതി, വൈറ്റ് ഫ്ലവർ എടുത്തിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിങ്കിൽ വരുന്ന പല കാർഡ്സുകളും, അതായത് ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ടുകളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ. ഇപ്പം ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു ഡയറിയിൽ ഇങ്ങനെ ആദ്യം ഏതൊക്കെ കാർഡുകൾ വേണം, ഇൻഷാ അല്ലാഹ്, കലണ്ടർ, പിന്നെ അതുപോലെ തന്നെ കപ്പിൾസിൻ്റെ ഫോട്ടോ, അങ്ങനെ ഞാൻ ഓരോന്ന് വരച്ച് കൊടുത്തിട്ടാണ് പിന്നെയാണ് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ഇരിക്കൽ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഈസി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നാറുള്ളത്. എല്ലാ കാർഡുകളും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കും, ഫ്ലവർ ഏത് ഭാഗത്താണ് വരേണ്ടത് അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് പിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കലും ഒക്കെ. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. പക്ഷേ ടൈം എടുത്തിട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. നല്ലൊരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ടൈം എടുത്ത് ചെയ്യാം. വെറുതെ ഏതെങ്കിലും ഫ്ലവറോ ബാക്ക്ഗ്രൗണ്ടോ എടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്ത് വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് നല്ല ടൈം എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടാറുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് ഏതൊക്കെ ഫ്ലവറുകളാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് ചെയ്യുക. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നല്ല വീഡിയോ കിട്ടണമെങ്കിൽ നല്ല സെർച്ച് ചെയ്തിട്ട് തന്നെ ഫ്ലവറും ബാക്ക്ഗ്രൗണ്ടും സെലക്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ ഞാനിവിടെ സേവ് ദ ഡേറ്റ് കലണ്ടർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഏത് കാർഡും ഏത് ഷേപ്പിലും ചെയ്യാം. റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, അങ്ങനെ ഏത് ഷേപ്പിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സേവ് ദ ഡേറ്റ് കാർഡ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഈസി വേ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു സെൻറ്ററിലുള്ളൊരു പിക്ചർ കണ്ടല്ലോ, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി പോയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ കലണ്ടർ ഏതാണ് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ ഏതാ മാച്ച് ആവാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ
ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗാലറി പോയിട്ട് ഞാനിതുപോലെ ഈ ഒരു കാർട്ടൂൺ കപ്പിൾസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കലണ്ടർ നേരത്തെ കൊടുത്തപ്പോൾ അത് ഇതിലേക്കൊരു ഭംഗിയില്ലാത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ കപ്പിൾസ് ഫോട്ടോ കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കലണ്ടർ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതേപടി അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നല്ല ഭംഗിയുള്ള ഫോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ കലണ്ടർ നല്ല വലുതാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനിതുപോലെ ഒരു സ്റ്റിക്കർ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് സ്റ്റിക്കറല്ലേ, നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ പോയിട്ട് ഇതുപോലെ ലോ ഷേപ്പ് എന്ന് അല്ലെങ്കിൽ ലോ ഷേപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ ഇതുപോലെ പല ഷേപ്പും കിട്ടും. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ട് ഏത് ഡേ ആണ് നമുക്ക് ഫംഗ്ഷൻ വെച്ചാൽ ആദ്യമേ ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഫ്ലവേഴ്സും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിക്കും. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയും കൂടെ കിട്ടും. അപ്പോൾ അത് ഞാൻ ബാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തും ചേഞ്ച് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്, നമ്മുടെ ഐഡിയ പോലെയാണ്. നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നോ അത് അത്രത്തോളം നന്നാക്കുക. അപ്പോഴേ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തിയാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ സേവ് ദ ഡേറ്റിലെ കലണ്ടർ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് ഒരു വൈറ്റ് പേജ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള കലണ്ടർ അതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്താലും മതി. അങ്ങനെ ചെയ്യാം. ഫ്ലവർ വെക്കേണ്ട ആവശ്യമില്ല, കപ്പിൾ ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്, നമ്മുടെ ഐഡിയ പോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരും ക്ലിക്ക് ചെയ്താൽ ഇത് സേവ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെയായാലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ, സേവ് ദ ഡേറ്റ് കാർഡുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിതിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു കാർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കലണ്ടർ കാർഡ്. അപ്പോൾ ഇനി നമുക്കിത് സേവ് ആക്കാം. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ആവും, ഗാലറിയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് കാർഡ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കപ്പിൾസിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു കാർഡ് വെച്ച് കൊടുക്കാം. പിന്നെ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ്, അങ്ങനെ പല കാർഡുകളും വെച്ചിട്ടാണ്, നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്താൽ കസ്റ്റമേഴ്സിന് നമുക്ക് സംതൃപ്തി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ചോദിച്ചാലും മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, താങ്ക്